അതുകൊണ്ട് ലൂഫി അവിടെയുള്ള എല്ലാത്തിനെയും വലിച്ചു വരി തിന്നും. ഒരു വലിയ പന്നിയെ തിന്നു. അതുപോലെ ആ കാട്ടിലുള്ള ഒരുപാട് മഷ്റൂംസ് അതൊന്നും നോക്കാതെ വലിച്ചു വരി തിന്നു. പക്ഷെ അതൊക്കെ പോയിസൺ ആയിട്ടുള്ള മഷ്റൂം ആയതുകൊണ്ട് ലൂഫിയുടെ ശരീരത്തിൽ ഒരുപാട് മഷ്റൂം മുളച്ചു വന്നു. അങ്ങനെ ലൂഫിയുടെ ബോധവും പോയി. ഇപ്പൊ അവിടേക്ക് കൂജ പൈററ്റ്സിലെ മാർഗരറ്റ് അതുപോലെ സ്വീറ്റ് പി എന്ന് പറയുന്ന രണ്ടുപേര് വരുന്നു. ഇവർ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നേരത്തെ ലൂഫി വന്ന് പതിച്ചതിന്റെ ആ വലിയ സൗണ്ട് ഈ ഐലൻഡ് മുഴുവൻ കേട്ടു. അതുകൊണ്ട് ആ സൗണ്ട് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും വന്നത്. അപ്പൊ അവര് മഷ്റൂം കാരണം പോയിസൺ ആയിട്ട് കിടക്കുന്ന ലൂഫിയെ കണ്ടു. ലൂഫിയുടെ ബോഡി മുഴുവൻ ഈ മഷ്റൂം ഉണ്ടായതുകൊണ്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞ ലൂഫി മരിച്ചു പോകും. ഇത് മനസ്സിലാക്കുന്ന അവനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവന്റെ ബോഡിയിലുള്ള മഷ്റൂം ഒക്കെ പറിച്ചു കളഞ്ഞ് അവന്റെ ബോഡിയിൽ തീ കൊടുത്തു. ഈ മഷ്റൂം തിന്ന ആൾക്കാരെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവന്റെ സ്കിന്നിന് തീ കൊടുക്കുമ്പോൾ ആ പോയിസൺ ആയിട്ടുള്ള മഷ്റൂം ഒക്കെ പോകും. അങ്ങനെ പോയിസൺ ഒക്കെ പോയതിനു ശേഷം അവരെല്ലാവരും ചേർന്ന് ലൂഫിയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് കുളിപ്പിക്കുക. അവർ ഇത്രയും നേരം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ലൂഫി ഒരു പെണ്ണാണെന്നാണ്. അതായത് അവർക്ക് ആണുങ്ങളുണ്ടോ അവരെങ്ങനെയാണെന്നൊന്നും അറിയില്ല. സോ അവർ ലൂഫിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂഫിയുടെ ശരീരത്തിൽ അവന്റെ കാലിന്റെ ഭാഗത്ത് അവർ പറിച്ചു കളയാൻ മറന്നുപോയ ഒരു മഷ്റൂം കണ്ടുപിടിച്ചു. എന്നിട്ട് അവർ എത്ര നോക്കിയിട്ടും ആ മഷ്റൂം പറിച്ചു കളയാൻ കഴിയുന്നില്ല.